എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. സാറ്റർഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പോയിട്ടൊക്കെ തിരിച്ചു വന്നു. നമ്മൾ എത്താണ് ഉടുപ്പിയിലല്ല പോയി കഴിച്ചത്. സെൻഗൂർ കഫേ എന്ന് പറഞ്ഞ ഇവിടെ ഒരു റെസ്റ്റോറൻ്റാണ്. നല്ലതായിരുന്നു. നല്ല മസാല ദോശയും കാപ്പിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ പോയാണ് കഴിച്ചത്. അതെനിക്കൊന്ന് പ്യുവർ ഒരു കർണാടക സ്റ്റൈലല്ല, ഒരു തമിഴ് സ്റ്റൈൽ ഫുഡായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചൊന്ന് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് വന്നു. പക്ഷെ ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ സ്വെറ്റർ ഇടാതെയാണ് പോയത്. അതുകൊണ്ട് ഭയങ്കര ഒരു കാറ്റടിച്ചിട്ട് ഒരുമാതിരി ഒരു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ജലദോഷ ഫീലായി. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാണ്. നല്ല സുഖമുള്ള ക്ലൈമറ്റാണ്. കിടന്നുറങ്ങാനൊക്കെ ഭയങ്കര സുഖമാണ്. പക്ഷേ എന്താ പറയുന്നത്, വെയിലില്ലെന്നേ ഉള്ളൂ. വെയിലും ഇല്ല, തുണിയൊക്കെ ഉണങ്ങാനൊക്കെ ഭയങ്കര പാടാണ്. അങ്ങനത്തെ ഒരു കുഴപ്പമേ ഉള്ളൂ. പക്ഷെ എന്നാലും നല്ല ക്ലൈമറ്റ് നല്ലതാണ് ആക്ച്വലി. കാരണം നല്ലപോലെ ഉറക്കമൊക്കെ കിട്ടും. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പക്ഷേ സ്വെറ്ററൊക്കെ ഇട്ട്, പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേനും സ്കൂട്ടിയിലൊക്കെ പോകുമ്പോൾ സ്വെറ്ററൊന്നും ഇട്ട് പോയില്ലെങ്കിൽ ഭയങ്കര തണുപ്പ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ കാര്യമാണ്. ഇന്ന് ഉച്ചയ്ക്ക് കുമ്പളങ്ങ പുളിശ്ശേരി, മത്തി വറുത്തത്, കാത്തോരൻ. ഇതാണ് എൻ്റെ ഇന്നത്തെ പരിപാടി. നല്ല കോമ്പിനേഷനാണ്. കുമ്പളങ്ങ പുളിശ്ശേരി, ഫിഷ് ഫ്രൈ, പ്രത്യേകിച്ച് മത്തി വറുത്തതാണെങ്കിൽ ഒന്നുകൂടെ നല്ല കോമ്പിനേഷനാണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പറഞ്ഞാണ്. അപ്പം ഇന്ന് അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ്. സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചാണ്. വേറെ ഇന്ന് ചിക്കനൊന്നും വാങ്ങിച്ചില്ല. കാരണം ഞങ്ങൾ ഇടയ്ക്ക് ഒരു ദിവസം വാങ്ങിച്ചു ചിക്കൻ. അപ്പം വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ വീക്ക് ഡേയ്സിൽ ഒരു ദിവസം ഞങ്ങൾ വാങ്ങി ഒരു വൈകുന്നേരം ഒരു ആഗ്രഹം തോന്നിയപ്പം കുറച്ച് ചിക്കൻ വാങ്ങിച്ച് കൂട്ടാൻ വെച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നാളത്തേക്ക് എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. ഉച്ച കഴിഞ്ഞ് പുറത്ത് പോകും. മഴയൊന്നും ഇവിടെ അങ്ങനെ വലിയൊരു മഴയൊന്നും, ചെറുതായിട്ടൊക്കെ ചാറത്തേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതി മഴയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ആ കാലാവസ്ഥേനേ ഉള്ളൂ. ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ മൂടി പൊതിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്, കാറ്റും ഒക്കെയാണ്. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കടന്നാൽ ഞാൻ വലുതായിട്ട് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. കാരണം ഇതൊക്കെ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇനിയിപ്പം പുറത്ത് പോവുകയാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വിശദമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നൊരു റെസിപ്പി ഒന്നും ഞാൻ പുതിയതൊന്നും ട്രൈ ചെയ്യുന്നൊന്നുമില്ല. നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്, ചിക്കൻ വാങ്ങിച്ചിട്ട്. ഇനിയിപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ പോയി ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ ആദ്യം ലഞ്ച് കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുറേ നാളായില്ല ഒരു ലഞ്ചൊക്കെ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ട്. അപ്പോൾ എന്താ പറയുന്ന ഒരു ലഞ്ച് കോംബോ ഒക്കെ കാണിച്ചിട്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്തത്. അപ്പം കുമ്പളങ്ങ ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർത്ത് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ ഇതിപ്പം ഞാൻ തോരന് വേണ്ടിയിട്ട് അരിയാണ്. ഇത് ഏത്തക്കയല്ല, നമ്മുടെ പടറ്റിക്കായാണ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ള കായായിരുന്നു. ഞാനിവിടെ പാല് തരുന്ന ആ ഒരു അക്ഷയകൽപ്പ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പം അവരുടെ കയ്യിൽ നിന്ന്
ഓൺലൈനിൽ ഓർഡർ ചെയ്ത കായാണ് പടറ്റിക്ക. അത് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഇത് തോരൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും 2 എണ്ണം കിട്ടിയ ഇത് വളരെ 2 എണ്ണം എങ്ങാണ്ട് ചെയ്തതാണ്. അപ്പോൾ അത് 2 ഞാനങ്ങ് എടുത്തു. ചെറിയ കായായിരുന്നു, പക്ഷേ നല്ലതായിരുന്നു. അത് ഞാൻ കറ കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട വെള്ളത്തിനകത്തേക്ക് വെച്ചു. പിന്നെ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈയിടെയായിട്ട് ഇവിടെ നല്ല മത്തിയാണ് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള നല്ല മത്തി. അതുകൊണ്ട് ഞങ്ങളിപ്പം മിക്കവാറും വാങ്ങിക്കുന്നുണ്ട്. ഒരിടയ്ക്ക് ഇവിടെ എന്താന്ന് മീൻ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളിതിവിടെ വന്ന ഇടയ്ക്ക് മീൻ ഒന്നും ശരിയല്ലായിരുന്നു. പക്ഷെ ഇപ്പം കിട്ടുന്ന എല്ലാം ഒരുമാതിരി നല്ല ഫ്രഷ് നല്ല മീനുകൾ കിട്ടുന്നുണ്ട്. അപ്പം ഈയിടെയായിട്ടെല്ലാം മത്തി വാങ്ങുന്നുണ്ട്. എൻ്റെ ലഞ്ച് പ്ലേറ്റ് വീഡിയോയിലും ഒക്കെ കാണാം. കാരണം മത്തി നല്ല ടേസ്റ്റുള്ള, വറുത്താലും കൂട്ടാൻ വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റുള്ള മത്തി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈയിടെയായിട്ടൊക്കെ മത്തി വാങ്ങിക്കുന്നത്. അപ്പം അത് വരുമ്പോഴേ ഇങ്ങനെ എനിക്കതിൻ്റെ ആ ഒരു ചകള ഭാഗം ഇരിക്കുന്ന ഇഷ്ടമല്ല. അപ്പം ഞാൻ അത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ബാക്കിയെല്ലാം ചെതുമ്പലും എല്ലാം കളയും, പക്ഷേ വാലും കളയത്തില്ല. ഈ ഒരു ഭാഗം കണ്ടോ, ആ ഒരു ചകളയുടെ പകുതി ഭാഗവും ഇരിക്കും. എനിക്കതൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാനതെല്ലാം കട്ട് ചെയ്ത് കളയും. വാലും എനിക്ക് ഒരു മീനിൻ്റെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അതുപോലെ ആ ഒരു ചകളയുടെ ഒരു പകുതി ഭാഗവും പിന്നെ ആ കണ്ണിൻ്റെ ഭാഗവും ആ ഒരു തിളങ്ങുന്ന ആ ഒരു ഭാഗമൊക്കെ ഞാനെടുത്ത് കളയും. എനിക്ക് ആ തല അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതെനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആദ്യത്തേൻ്റെ അങ്ങനെ വെച്ച് കഴിഞ്ഞ് പിന്നുള്ളതിൻ്റെ എല്ലാം ഞാനങ്ങ് എന്താ പറയുന്നത് മുറിച്ച് കളഞ്ഞ് എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് മുറിച്ച് കളഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിയാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കളയും. അല്ലെങ്കിൽ ഇത് നേരത്തെ ഇതെല്ലാം കളഞ്ഞ് വാലല്ലേലും ഇതിനകത്ത് കളയാറില്ല. ഈ ഫ്രഷ് ടു ഹോമിന് അത് ലീഷ്യസിൽ നിന്ന് മേടിക്കുമ്പം എല്ലാം കളഞ്ഞാണ് വരുന്നത്. ഫ്രഷ് ടു ഹോമിൽ നിന്ന് മേടിക്കുമ്പോൾ വാല് കളയത്തില്ല. അതല്ലാതെ തലയും ഇങ്ങനെ തലഭാഗമൊക്കെ കളഞ്ഞ് വരുന്നത് കിട്ടുമായിരുന്നു. ഇപ്പം ഈയിടെയായിട്ട് കാണുന്നില്ല, ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തതാണ് കാണുന്നത്. എന്താണെന്നറിയത്തില്ല, ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ കട്ട് ചെയ്തതായിരിക്കും. ഇങ്ങനെ തലയുടെ പകുതി ഭാഗം വെച്ചതുകൊണ്ടായിരിക്കും അവരങ്ങനെ ആക്കിയത്. അപ്പോൾ അങ്ങനെ ഞാൻ മീനിൻ്റെ ആ എന്താ പറയുന്ന വാലും ആ ചകളയുടെ ഭാഗം എനിക്കിഷ്ടമല്ലാത്ത ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിന്ന് ഇത് വറക്കാം. പകുതി ഞാൻ വെള്ളം ഒഴിച്ചങ്ങ് ഫ്രീസറിനകത്ത് വെച്ചു. ബാക്കി പകുതി ഇന്നങ്ങ് വറക്കാം. ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിച്ചാണിത്. ഇത് ഏകദേശം ഒരു 250 1/4 കിലോ എങ്ങാണ്ടേ കാണത്തുള്ളൂ. അപ്പം പകുതി ഞാൻ പിറ്റേ ദിവസത്തേക്ക് അങ്ങ് ഫ്രീസറിനകത്ത് കയറ്റി ബാക്കി പകുതി ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മീനെല്ലാം ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ നല്ല രീതി വരഞ്ഞ് വറക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് വരയാതെ വറക്കുന്നതേ ഇഷ്ടമല്ല. അപ്പം ഞാൻ എല്ലാ മീനിൻ്റെയും ഇങ്ങനെയുള്ള നമ്മുടെ അയില, മത്തി, കിളിമീൻ അങ്ങനെയുള്ള മീനുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളതിൻ്റെ എല്ലാം എനിക്കിങ്ങനെ അടുപ്പിച്ച് വരയണം. എനിക്ക് വരയാതെ ഇപ്പോൾ മത്തിയൊക്കെ ഇങ്ങനെ വരയാതെ വറുത്തത് എനിക്ക് കാണുമ്പോഴേ എനിക്ക് കഴിക്കാനേ തോന്നത്തില്ല. അങ്ങനെ ഒരു ഫീലിങ്. അതേ എന്താണെന്നറിയത്തില്ല, അങ്ങനെ ശീലിച്ചുകൊണ്ടായിരിക്കും. എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വരഞ്ഞായിരുന്നു മത്തിയും അയിലയൊക്കെ വറുക്കുന്നത്. അപ്പം ഞാനങ്ങനെ എല്ലാം കുത്തിനിരുന്ന് വരയുന്നതാണ്. ചിലർ ഞാൻ വരയാതെ ഇങ്ങനെ വറുത്തിങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കതിഷ്ടമല്ല. അപ്പം ഞാനതെല്ലാം നല്ലപോലെ വരഞ്ഞു. എന്നിട്ട് എൻ്റെ മത്തിയുടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും മത്തിയുടെ ഇങ്ങനെയുള്ള മസാല പുരട്ടുന്ന മസാലയ്ക്കകത്ത് പ്രത്യേകിച്ച് മത്തിക്ക് ഞാൻ ചേർക്കാറില്ല. കുരുമുളക് കൂട്ടി കുഞ്ഞുള്ളിയും കുരുമുളകും ചതയ്ക്കുക. അതിൽ മുളക് പൊടിയെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ നിൽക്കേണ്ടത് കുഞ്ഞുള്ളി ആയിരിക്കണം. അല്ല, മുളക് പൊടിയെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ മുൻപന്തി നിൽക്കേണ്ട ടേസ്റ്റ് കുരുമുളകിൻ്റെ ആയിരിക്കണം മത്തിക്ക്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് കുറച്ചുകൂടെ നല്ല ഒരു ടേസ്റ്റ് മത്തിക്ക് കിട്ടുന്നത്. അപ്പം ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കുറച്ച് കുരുമുളക് ഏറെ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ചേർത്ത് ആദ്യം അതിൽ തന്നെ ഒന്ന് പുരട്ടുകയാണ്. കാരണം ഓൾറെഡി വെള്ളം കാണും, ആ ഒരു മീനിനകത്തൊരു വെള്ളമയം കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ പിന്നെ വെള്ളമൊന്നും ഒഴിക്കാൻ പോയില്ല. ഇങ്ങനെ പുരട്ടിയിട്ട് ലാസ്റ്റ് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് തളിച്ചൊന്ന് കൊടുത്ത് അങ്ങ് പുരട്ടി വെച്ചാൽ മതി.
എന്താ പറയുന്നത്, കുറച്ച് നേരം ഒരു ഏകദേശമൊക്കെ 1 മണിക്കൂർ ഒക്കെ കൂടി ഇരുന്നെന്ന് തോന്നുന്നു. എനിക്കിത് 1 മണിക്കൂർ കൂടുതൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് പുരട്ടി അങ്ങ് വെച്ചു. ഞാൻ ഫ്രിഡ്ജിനകത്തൊന്നും വെക്കാൻ പോയില്ല, ഞാൻ അവിടെ തന്നെ മാറ്റി അങ്ങ് വെച്ചു. പിന്നെ ഇനി ഇത് ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കാത്തോരന് വേണ്ടിയിട്ട്. ഇതല്ലാതെ വേറൊന്നും ഞാൻ ചേർക്കാറില്ല. അങ്ങനെ തോരന് ജീരകം ചിലപ്പോൾ തോന്നിയാലൊക്കെ ഇങ്ങനെ ജീരകവും തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഇതെല്ലാം കൂടെ ഇവിടെ ഞാൻ ആദ്യം 1-2 വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. അല്ലാതെ അങ്ങോട്ട് വെച്ച് നമ്മൾ ആദ്യം ഇട്ട ആ വെള്ളമല്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എടുക്കുന്നതിന് മുമ്പ് 2 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പം വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തു, തേങ്ങയും ചേർത്തു, ഉപ്പും ചേർത്തു. മഞ്ഞൾപ്പൊടി ഞാൻ പിന്നെ ചേർത്തില്ല, ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ. പിന്നെ ഞാനങ്ങനെ മുളക് പൊടി തോരനിലൊന്നും ചേർക്കാറില്ല. പച്ചമുളകിൻ്റെ അല്ലെങ്കിൽ കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ കാന്താരി മുളകിൻ്റെ ആ ഒരു എരിവ എനിക്കെപ്പോഴും തോരൻ പരിപാടികൾക്കൊക്കെ എനിക്കിഷ്ടം കൂടുതലും. അപ്പം ഇവിടുത്തെ ആണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന പച്ചമുളകൊക്കെ അടിപൊളി എരിവാണ്. വലിപ്പക്കുറവായിരിക്കും, പക്ഷെ ഭയങ്കര എരിവാണ്. അപ്പം 2 എണ്ണം തന്നെ ധാരാളം. അപ്പം അത് പുരട്ടി മാറ്റി വെച്ചു. ഇനി നമുക്ക് പതുക്കെ തോരന് കടുക് വറുത്തെടുക്കാം. പിന്നെന്താണ് തോരൻ കടുക് വറുത്തെടുക്കണം, പുളിശ്ശേരിക്ക് അരയ്ക്കണം. ആ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വറുക്കാം. അപ്പം ഞാൻ ഓൾറെഡി കടുക് വറുത്തിട്ട് കടുക് മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കടുക് വറുത്തിട്ട് കാത്തോരനും ചേർത്തു. കാത്തോരനല്ല, മിക്സ് ചെയ്ത് വെച്ച് കായും കൂടെ ചേർത്ത് അങ്ങ് വെള്ളം ഒഴിച്ചു. അതിനിടയ്ക്ക് എൻ്റെ ക്യാമറ ഒന്ന് ഓഫായിപ്പോയി, അതാണ് പറ്റിപ്പോയത്. അപ്പോൾ അതങ്ങ് അടച്ചു വെക്കുക. കുറച്ച് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളവും ചേർത്ത് അങ്ങ് അടച്ചു വെക്കണം. ഇനി നമുക്ക് അടുത്തത് പുളിശ്ശേരിക്കുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരകിയത്, കുഞ്ഞുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് അരച്ച് വെക്കുക. ഞാൻ പച്ചമുളകും മുളക് പൊടിയും എല്ലാം ഞാൻ കുമ്പളങ്ങ വേവിക്കാൻ നേരത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചേർത്തില്ല. അപ്പോൾ അരപ്പിനകത്തൊന്നും ചേർത്തില്ല. എന്നിട്ട് അത് കുമ്പളങ്ങയുടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇനി അതൊന്ന് ഒന്ന് തിള വരണം. തിള വന്നതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് മിക്സിക്കകത്തിട്ട് അടിച്ചൊന്ന് ഉടച്ചൊന്ന് ഒന്ന് ഇതാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയായി. ഇനി കടുക് വറുത്തിട്ടാൽ മാത്രം മതി. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായതിന് ശേഷം നമുക്ക് കടുക് വറുത്തിടാം. ഒത്തിരി അങ്ങ് തിളച്ചു മറിഞ്ഞൊന്നും ഈ മോരും തൈരൊന്നും അങ്ങനെ പോകല്ല. അപ്പം പിരിഞ്ഞും പോവും, അത് കാണാനും ആ ഒരു ടേസ്റ്റും പോകും, കാണാനും ഒരു ഇത് കാണത്തില്ല, അതിൻ്റെ ഗുണവും പോകുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ അങ്ങ് തിളപ്പിച്ചങ്ങ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഈ മോരും തൈരും ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. പിന്നെ ഇനിയും ഞാൻ ചോറ് വെച്ചിട്ടില്ലായിരുന്നു, ചോറ് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് തോരൻ അപ്പോൾ അവിടെ എല്ലാം റെഡിയായി, അത് ഓഫ് ചെയ്തിട്ടു. പിന്നെ കടുക്, ജീരകം, ഉലുവ, മുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ഞാനൊന്ന് കടുക് വറുത്ത് ഒഴിക്കുകയും ചെയ്തു നമ്മുടെ പുളിശ്ശേരി. അപ്പോൾ ഇതാണ് കുമ്പളങ്ങ പുളിശ്ശേരി. കുമ്പളങ്ങ പുളിശ്ശേരി വെള്ളരിക്ക പുളിശ്ശേരിയേക്കാളും ഭയങ്കര ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതപ്പോൾ റെഡിയായി. ഇനി നമുക്ക് മീൻ വറുക്കാം. തോരൻ കുറച്ചൊന്ന് അതിൻ്റെ ആ ഒരു ചൂട് പോയി കഴിയുമ്പം ആ ഒരു തോരൻ ഇപ്പോൾ കാണുമ്പം അതിന് മുമ്പേ കണ്ടപ്പോൾ ഇപ്പോൾ ശരിയായി. മുമ്പേ കണ്ടപ്പോഴത്തേനും അതിനൊരു കുഴഞ്ഞ ലുക്കുണ്ടായിരുന്നു. ഇപ്പം അത് ശരിയായി. കാരണം ഒന്ന് ആറിക്കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേനും അതങ്ങ് ശരിയാവും. ഇനി നമുക്ക് ശാല എണ്ണ ഒഴിച്ച് നമുക്ക് ഇന്ന് മീൻ വറുക്കാം. മീൻ ഞാൻ ഇന്ന് ഈ തവയിലാണ് ചെയ്യുന്നത്.
ഇത് അയൺ തവയാണ്. ഈ അയൺ തവയിൽ നമുക്ക് മത്തി തവ ഫ്രൈ ചെയ്യാം. അങ്ങനെയല്ല, ഇതിൽ മീൻ വറുത്താൽ നല്ല ടേസ്റ്റ്. എന്താണെന്ന് അറിയില്ല, അപ്പോൾ സാധാരണ ഫ്രൈങ് പാനിൽ വറുക്കുന്നതിലും നല്ല ടേസ്റ്റാണ് ഇതിൽ മീൻ വറുത്താൽ. അപ്പോൾ നമ്മൾ ഈ ഇരുമ്പ് പാത്രത്തിലൊക്കെ മീൻ ഇടുമ്പം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. നല്ല പോലെ തവ ചൂടാകണം. നല്ല പോലെ തവ ചൂടായതിന് ശേഷം മാത്രം, എണ്ണയും ചൂടായതിന് ശേഷം മാത്രം മീൻ ചേർത്ത് കൊടുക്കുക. പിന്നെ മീൻ ചേർത്ത് കഴിയുമ്പോൾ ആദ്യം ഒന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഒട്ടും അതിൽ ഇങ്ങനെ എന്താ പറയുന്നത് പറ്റിയിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. മീൻസ് പറ്റിയിരിക്കുകയല്ല, അത് ഇങ്ങനെ എന്താ പറയുന്നത്, ഇരുമ്പിനൊക്കെ നമ്മുടെ നോൺ സ്റ്റിക്ക് പോലല്ലല്ലോ. അതിൽ ഇപ്പം മയക്കിയതാണെങ്കിൽ തന്നെ നല്ല പോലെ ചൂടായി അതിൽ വെച്ച് കൊടുത്തില്ലെങ്കിൽ ചിലപ്പം ഇത് പിടിക്കും അവിടെ മീൻ. എന്നിട്ട് നമുക്ക് എടുക്കാൻ നേരത്തെ, പ്രത്യേകിച്ച് തൊലിയുള്ള മീനുകൾ, തൊലി ഇല്ലാത്ത മീനുകൾ വലിയ കുഴപ്പമില്ല. തൊലിയുള്ള മീനുകൾ എപ്പോഴും ആ തൊലി അതേ പിടിച്ചിട്ട് മാംസവും പിടിച്ച് പിന്നെ അതങ്ങ് മീനങ്ങ് എന്താ പറയുക എടുക്കുമ്പോഴത്തേക്കിനും ആ ഒരു എല്ലാം അങ്ങ് അടന്നു പോകും. അത് അടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ചൂടാവുകയും കൂടെ വേണം. ചൂടായില്ലെങ്കിൽ ഒട്ടും എന്താ പറയുന്നത് ഇതും കാണത്തില്ല. പക്ഷേ നല്ല പോലെ ചൂടായിട്ട് ഇതിങ്ങനെ ഈ അയൺ നമ്മുടെ ഇരുമ്പ് പാത്രത്തിലൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാനിൽ വെക്കുന്നതിൽ നല്ല ടേസ്റ്റാണ് എപ്പോഴും. അപ്പോൾ പക്ഷേ പിന്നെ ഇത് എന്താ പറയുന്നത്, ഈ അയൺ തവയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇത് ചൂടാറിയതിന് ശേഷം ഇത് അത് കഴിയുന്നതിന് ശേഷം എണ്ണയൊക്കെ പുരട്ടി വെക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടിയുണ്ട്. ജസ്റ്റ് കഴുകി അങ്ങ് വെച്ചാൽ മാത്രം പോരാ. അത് എണ്ണയൊക്കെ പുരട്ടി കഴിയുന്നതിന് ശേഷം, ഇത് ചൂടാറിയതിന് ശേഷമേ കഴുകാവുള്ളൂ. ആറിയതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കിയിട്ട് സ്റ്റൗവേ വെച്ച് നമ്മുടെ വെള്ളമയമൊക്കെ വറ്റിച്ചതിന് ശേഷം അതിൽ എണ്ണയൊക്കെ പുരട്ടി സൂക്ഷിച്ച് വെക്കണം. അതാണ് വേറൊരു പ്രശ്നമല്ല, ഇച്ചിരി മെനക്കെട്ട് പരിപാടിയാണ്. പക്ഷേ ഇതിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. മീൻ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ പാകത്തിന് മൂത്തും പാകത്തിന് ഇതായും ഒക്കെ വറുത്ത് നല്ലതായിട്ട് കിട്ടും. എനിക്കിഷ്ടമാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് മടി വരുമ്പോഴാണ് മറ്റേ ഫ്രൈങ് പാൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുഡെല്ലാം റെഡിയായി. കാത്തോരനും പുളിശ്ശേരി മീൻ വറുത്തൊക്കെ റെഡിയായി. പിന്നെ ഈ അയൺ ഉപയോഗിക്കുമ്പം അതിൽ തന്നെ ഇങ്ങനെ ഫുഡ് നമ്മളിപ്പം മൺപാത്രങ്ങളിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഫുഡ് വയ്ക്കും, അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഈ ഇരുമ്പ് പാത്രങ്ങളിൽ ഫുഡ് ഇങ്ങനെ വെക്കില്ല. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം കൂടുതൽ നേരം ആ ഇരുമ്പ് ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി ആ ഒരു ഇരുമ്പ് ഇറങ്ങിയിട്ട് ടേസ്റ്റ് വ്യത്യാസം വരുമോ അല്ലെങ്കിൽ കളറ് മാറും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഹായ്, അപ്പം നമ്മൾ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ തീർത്തു. മീൻ വറുത്തു, കറിയും പൊളിച്ചിനും ചോറും എല്ലാം റെഡിയാക്കി. ഇനി കുറച്ച് നേരം പോയി ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഉണ്ണാറായില്ല, കാരണം രാവിലെ മസാല ദോശയൊക്കെ കഴിച്ചത് കൊണ്ട് വിശപ്പായി വരുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടാൽ മതി. അതാണ് ചോറ് ലേറ്റായിട്ട് വെച്ചത്. അപ്പോൾ പിന്നെ കുറേയൊക്കെ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകിയെല്ലാം റെഡിയാക്കി. ഇനി ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ പാത്രം, നമ്മൾ മീൻ വറുത്ത പാത്രം, അതൊന്ന് ചൂടാറിയിട്ട് വേണം കഴിയാൻ. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ള പരിപാടി ചെറിയ കുറച്ച് പാത്രം ഉള്ളായിരുന്നു കഴുകാൻ. എനിക്ക് രാവിലെ കുറച്ച് ശ്രീഹരി ചായ ഇടുന്ന പാത്രമെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ എടുത്ത പാത്രങ്ങൾ മാത്രമുള്ളായിരുന്നു. അപ്പോൾ കഴുകിയെല്ലാം റെഡിയാക്കി. ഇനിയും ഉണ്ടാൽ മതി. ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു 1:45-2 മണിയാകുമ്പോഴേ ഉണ്ണുന്നുള്ളൂ. അപ്പോൾ എന്താണ്, ഇനിയും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ചിലപ്പോൾ പുറത്ത് പോകും. ചിലപ്പോൾ പുറത്ത് പോകണമെന്ന് ആഗ്രഹം നല്ലപോലെ. കഴിഞ്ഞ ഞായറാഴ്ച അങ്ങ് മടി പിടിച്ചിരുന്നു, ശനിയാഴ്ച മാത്രമേ പുറത്തിറങ്ങിയുള്ളൂ. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമുക്കിനിയും ചോറൊക്കെ വിളമ്പിയിട്ട് കാണാം. അപ്പം നമ്മൾ പുറത്തേക്ക് പോകാനെല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. ഉച്ചക്കത്തെ ഫുഡൊന്നും പിന്നെ ഞാനത് കഴിഞ്ഞിട്ടൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ക്ഷീണവും മടിയൊക്കെ, ഞാനങ്ങ് ചോറൊന്നും എടുത്തില്ല. അപ്പോൾ ഇപ്പം നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോയി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ മഴയൊന്നും ഇപ്പം കാണില്ല,
ഇങ്ങനെ മൂടിക്കെട്ട് നിൽക്കുകയാണ്. മഴയൊന്നും ഇപ്പം കാണുന്നൊന്നുമില്ല. ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ വരാം. അപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്നത് ഓറിയോൺ അവന്യൂയിലാണ്. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് നേരെ മേളിലേക്ക് പോവുകയാണ്. ആക്ച്വലി ചുമ്മാ വന്നതാണ്. ചുമ്മാ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡിയോയോ അല്ലെങ്കിൽ മാക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീഹരിക്ക് 2 ടീഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ് ആക്ച്വലി വന്നത്. ഇവിടെ ഞങ്ങൾ വന്നിട്ടില്ല. അപ്പം ഇത് അടുത്തൊരു മോള് കണ്ട് ചുമ്മാ അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം അവിടെ നമ്മുടെ ഹട്ടി കാപ്പി ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കോഫിയും ഒരു ചെറിയൊരു സ്ലൈസ് ബനാന കേക്കും ഒക്കെ വാങ്ങിച്ചു. അപ്പം ഇന്ന് എൻ്റെ ചീറ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ മസാല ദോശ കഴിച്ചു, മധുരം ഇട്ടൊരു കാപ്പി കുടിച്ചു. ഇതിന് പക്ഷേ അധികം മധുരം ഞാൻ ചേർത്തില്ല, അധികം മധുരം ഇല്ലാത്തതായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോ തപ്പിപ്പോവാണ്. സ്റ്റുഡിയോ ഉണ്ടെന്ന് പുറത്ത് നിന്ന് കണ്ടു. അപ്പം സ്റ്റുഡിയോയിലേക്ക് പോകണം. അതിന് മുമ്പ് മോൾ മൊത്തം 1, 2, 3 എങ്ങാണ്ടേ ഉള്ളൂ. കൂടുതലും പ്ലേ ഏരിയകളാണ് കൂടുതലും കണ്ടത്. പിള്ളേർക്ക് കളിക്കാനുള്ള കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലും ഉള്ളത്. അപ്പം അവിടെയൊക്കെ കുറച്ച് ഷോപ്പിംഗ്, ഡ്രസ്സിൻ്റെ കുറേ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വലിയ തിരക്കുള്ള ഒരു മോളൊന്നുമല്ല, ഒരു നോർമൽ തന്നെ. ഇപ്പം സാധാരണ മറ്റുള്ളിടം വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു നോർമൽ തിരക്ക് പോലും ഞങ്ങൾക്ക് തോന്നിക്കുന്നില്ല. പിന്നെ സ്റ്റുഡിയോ മാത്രമേ ഉള്ളൂ, മാക്സ്, ട്രെൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തിലൊന്ന് കയറി എല്ലായിടത്തും ഒന്ന് പോയിട്ട് സ്റ്റുഡിയോയിൽ കയറി ഡ്രസ്സും എടുത്ത് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് ഇവിടെയും ഉണ്ട് ഫ്ലീ മാർക്കറ്റ്. ഈ ബാംഗ്ലൂരുള്ള എല്ലായിടത്തും ഈ സംഭവമുണ്ട്. എല്ലാത്തിനകത്തും സെയിം കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വിൽക്കുന്നത്. അല്ലാതെ വ്യത്യാസമായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. മിക്കവാറും എല്ലാം സെയിം ഡിറ്റോ കുറേ കാര്യങ്ങളാണ്. മാലയാണേലും വളയാണേലും കമ്മലുകളാണേലും എല്ലാ കാര്യങ്ങളും ഡിറ്റോ, എല്ലായിടത്തും സെയിമാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അതിനകത്ത് കാണാൻ നല്ല രസമില്ല, ഒന്നും വാങ്ങിച്ചില്ല. ചുമ്മാ കയറി ഇങ്ങനെ കണ്ടു. ഇതിനകത്ത് വിൻറ്റേജ് ഫ്ലീ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള എല്ലാ കടകളിലും എല്ലാം ഉണ്ടല്ലോ. ഇതാണെങ്കിൽ ഞാനിപ്പോൾ കുറേ ആയി കാണുന്നു ഈ ടൈപ്പ്. ഇതിങ്ങനെ സെർവിങ് പ്ലേറ്റ് പോലത്തെ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്ക് എന്താണെന്നറിയത്തില്ല, ഇങ്ങനെയുള്ള ബൗളുകളിലൊന്നും ഫുഡ് ഇടാൻ തോന്നത്തില്ല. അതും അങ്ങനൊരു കുഴപ്പമുണ്ട്. അത് കാണുമ്പോൾ അതിങ്ങനെ കളറൊക്കെ വെച്ച് കാണുമ്പോഴത്തേന്. പിന്നെ അവിടുന്ന് ഇത് സോളാർ സിസ്റ്റമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. സ്ഥിരം നമ്മൾ VR പോകുമ്പോഴും എല്ലായിടത്ത് പോകുമ്പോഴും ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് വേറൊരു കാര്യം കണ്ടത്. ഇപ്പോഴത്തെ ട്രെൻഡല്ലേ മറ്റേ ലബൂബു ടോയ്, അതവിടെ കണ്ടു. ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും തോന്നുന്നു. അതവിടെ കണ്ടു. ചുമ്മാ ഒരു രസത്തിന് അത് കണ്ടെടുത്ത് നോക്കി, വാങ്ങിച്ചൊന്നുമില്ല. ഇപ്പോൾ അങ്ങ് ഭയങ്കര ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമല്ലേ ഈ ലബൂബു ടോയ്. ചുമ്മാ എന്തിനാ ഇത് ഇത്ര ട്രെൻഡെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചുമ്മാ സാധാരണ ഒരു പാവ, ഒരു മോൺസ്റ്റർ ലുക്കുള്ള ഒരു പാവ, അത്രയല്ലേ ഉള്ളൂ. എനിക്കിതിനെപ്പറ്റി കാര്യമായി വിവരം അറിയത്തില്ല. അതുകൊണ്ട് പറഞ്ഞ് തെറ്റാണെങ്കിൽ എനിക്ക് കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കാണുന്നു. പക്ഷേ അതിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു മോൺസ്റ്റർ ലുക്കല്ലേ. അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അതെന്ത് ഇത്ര ട്രെൻഡായി. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. എൻ്റെ കാഴ്ചയിലുള്ള അറിവ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്കൊന്ന് പോയി. അവിടെ എന്തൊക്കെ ഫുഡുണ്ടെന്നറിയാൻ. ഒന്നുമില്ല, പിസ്സയും ബർഗറും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങൾ. വലിയൊരു ഫുഡ് കോർട്ടും അല്ല, ചെറിയൊരു ഫുഡ് കോർട്ട്. പിന്നെ മക്ഡൊണാൾഡ്സ്, KFC,
ബർഗർ കിങ് അല്ല വേറെന്തോ സംഭവം, പിന്നെ ഗോപിസ, അതൊക്കെയാണുള്ളത്. കൂടുതലും ജങ്കാണുള്ളത്. സാധാരണ ഫുഡ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഞങ്ങൾ പക്ഷേ പാർക്കിങ്ങിലേക്കല്ല കയറിയത്, അതുകൊണ്ട് ഫ്രണ്ട് വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അതിൻ്റെ താഴോട്ട് ഇറങ്ങി എന്താ പറയുന്നത്, നേരെ അങ്ങ് സ്റ്റുഡിയോയിലേക്ക് കയറി ശ്രീഹരിക്ക് 2 ടീഷർട്ടും എടുത്തുകൊണ്ട് ഇങ്ങ് പോന്നു. പിന്നെ അങ്ങനെ കൂടുതൽ ഞങ്ങൾ കറങ്ങാൻ നിന്നില്ല. വൈകുന്നേരം വേറെ എവിടോട്ടും അന്നത്തെ ദിവസം പോയുമില്ല. ഇവിടെ പെട്ടെന്ന് അന്ന് ഞങ്ങൾക്ക് വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പെട്ടെന്ന് തീരുമാനിച്ചങ്ങ് ഇറങ്ങുമായിരുന്നു. പിന്നെന്താ, ഇവിടെ വീണ്ടും ഇതുപോലൊരു, അത് മലയും കമ്മലും ഒക്കെ, അതൊക്കെ സെയിം കുറേ വീഡിയോസിലാണ്. എവിടെ ഇപ്പം മുകളിൽ പോയാലും ഇതൊക്കെ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നും അത് എടുത്തില്ല വീഡിയോ. പ്ലേ ചെയ്യാൻ പിള്ളേർക്ക് പ്ലേ ചെയ്യാൻ ഇഷ്ടംപോലെ കാര്യമുണ്ട്. സ്റ്റുഡിയോ ആണിത്, അത്യാവശ്യം വലിയ സ്റ്റുഡിയോ ആണ്. പക്ഷേ വലിയ കളക്ഷൻ ഒന്നും തോന്നിച്ചുമില്ല. അത് എല്ലാവരും എടുത്തുകൊണ്ട് പോയതാണോന്നും എനിക്കറിയത്തില്ല. ഞാൻ ഗേൾസിൻ്റെ സെക്ഷനിലേക്കേ പോയില്ല, ബോയ്സിൻ്റെ ശ്രീഹരിക്കുള്ള ടീഷർട്ട് മാത്രം എടുത്തുകൊണ്ട് ഇറങ്ങുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിങ്ങി പോകുന്നു. വൈകുന്നേരം വീട്ടിൽ ചെന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഞങ്ങൾ പിന്നെ മഴ പെയ്താലോ എന്നൊക്കെ പേടിച്ച് പിന്നെ അത് കഴിഞ്ഞ് എവിടെയും പോകാനൊന്നും എന്തോ തോന്നിയില്ല കൂടുതലൊന്നും കറങ്ങാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട് കുറച്ച് ദിവസം ആയെന്ന് തോന്നുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.